എന്നിട്ട് മഹാന്മാര് പറയുകയാണ്, ആ നൂറിനെ അള്ളാഹു 4 വിഭാഗമായി അള്ളാഹു ഓഹരി വെക്കുകയാണ്. അള്ളാഹു സൃഷ്ടിച്ച നൂറിനെ 4 വിഭാഗമായി ഓഹരി വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഒന്നാമത്തെ ആ നൂറിന്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് അൽ-ലൗഹ വൽ ഖലം, ലൗഹിനെയും ഖലമിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഈ ലൗഹ്, എന്താണ് ഖലം? ഒക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതായത് ലോകത്ത് കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു രേഖപ്പെടുത്തിയ പേനയാണ് ഖലം എന്ന് പറയുന്നത്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന ഓരോ മനുഷ്യന്മാർ അവര് വിജയിയാണോ, പരാജയപ്പെട്ടവനാണോ, സ്വർഗക്കാരനാണോ, അതല്ല നരകക്കാരനാണോ എന്ന് തുടങ്ങി ഓരോ മനുഷ്യന്റെ